ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ്, ഇതെൻ്റെ ഭാര്യ ലാലി. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് ബാംഗ്ലൂർ കൽപ്പിച്ചയച്ചു. എൻ്റെ മോന് അവൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അങ്ങനെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2019 ഫെബ്രുവരി 18-ാം തീയതിയാണ്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചാലും തന്നെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വന്ന് പുതുക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 3 വലിയ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അതിലേറ്റവും വലുത് എൻ്റെ മദ്യപാനമായിരുന്നു. ഒരു 40 വർഷത്തിൽ മേലായി, ചുരുക്കം പറയുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ഈ ചാച്ചനെ കള്ള് മേടിക്കാൻ പോകുമ്പോൾ കുടിക്കുന്ന കൂടെയായിരുന്നു. അങ്ങനെ കുടി മൂത്ത് രാവിലെ മംഗലാപുരത്തെക്കാരെ അറിയാലോ, അവിടെ ഏത് കടയിൽ എവിടെ ചെന്നാലും കിട്ടും സാധനം. അങ്ങനെ തുടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഓറഞ്ചൊക്കെ തിന്നിട്ട് വീട്ടിൽ വരും. അവളെന്നാലും കണ്ടുപിടിക്കും. ആ കുടി അങ്ങനെ മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ പ്രശ്നമാവും. വീട്ടിൽ വരുമ്പോൾ പിന്നെ വഴക്കാവും, പിള്ളേരോട് വഴക്കാവും, ആകെ കൊള്ളാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താമസിക്കുന്ന കൂടാണ്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വെച്ചായി വീണ്ടും അടുത്ത കുടികളെല്ലാം. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി 100 കോടി നന്ദി പറയുന്നു. അതിൻ്റെ ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 40 വർഷമായിട്ട് കുടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് കാല് കുത്തിയൻ്റെ അന്ന് നിർത്തിയതാണ്. തലേദിവസം കൂടി ഞാൻ പൂച്ചാക്കലും തൈക്കാശ്ശേരി എന്നൊക്കെ എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ നടന്ന് കുടിച്ച ഒരാളാണ്. കുടി തുടങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ ഒരു 12 മണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവയ്ക്കേ അറിയാവുള്ളൂ. അവൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമായി ഞാൻ അതിന് 100 കോടി നന്ദി പറഞ്ഞു. എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എത്രയോ വലുതാണ് ഈ മദ്യപാനം. ഇപ്പം എനിക്കത് വേണമെന്നില്ല. മറ്റത് മംഗലാപുരത്തോടെ പോകുമ്പോൾ കുറച്ച് ധ്യാനം കൂടിയാലോ എപ്പോഴെങ്കിലും ആദ്യം നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ചെറിയൊരു പാക്കറ്റൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. അതിൽ കിട്ടിയ നന്ദിക്ക് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമതായി കടബാധ്യതയാണ്. ഈ കടബാധ്യതയും വരുന്നത് എവിടെ നിന്നാണ്? ഈ മദ്യപാനത്തിൽ നിന്നാണ്. അപ്പോൾ താമസിക്കുന്ന കൂടാണ്ടുള്ള ഒരു പറമ്പ് വിറ്റിട്ട് കടം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവിടുത്തെ ചെറിയ കാശുരൂപവും ഉപ്പും ഞാൻ ആ 4 മൂലയിലിട്ട് പറമ്പിലിട്ട് വിശ്വാസ പ്രവചനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചിരുന്ന വിലയേക്കാളും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ പൈസയുടെ ബാക്കി കൊണ്ട് കടം തീർത്ത് എനിക്കൊരു അടുത്ത ഒരു 8.25 സെൻറ്റ് സ്ഥലം അതിനേലും അടുത്ത് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ സ്ഥലം കണ്ട് തന്നെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു. ഇതേപോലെ തന്നെ കച്ചവടം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി 4 മൂലയ്ക്കും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കയറിപ്പോയി ഉപ്പിടുകയും കാശുരൂപം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നു. 50,000 രൂപ ടോക്കണും കൊടുത്തു. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല, മറ്റത് 15 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ജോലിക്കാർ നിൽക്കും. 10-15 ജോലിക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഷെഡുകളുണ്ട് സിമെൻറ്റ് ഷീറ്റിൽ. പക്ഷേ ഈ പറമ്പിൽ 2 വർഷമായിട്ട് വാങ്ങിച്ച പറമ്പിൽ 5 വീടിൻ്റെ ഒരു വീട് പണി തീർന്നു. നോയമ്പ് കഴിയുമ്പോൾ മെയ് 17 അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാനവിടെ വന്നത്. പക്ഷേ അമ്മയുടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാതെ ഞാൻ വീട് വെഞ്ചരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വന്നതാണ്. ഇന്ന് 12:40 ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോവും മംഗലാപുരത്തിന്. അതാണ് രണ്ടാമത്തെ ഒരിത്. ഇത്രയും അനുഗ്രഹം തന്ന ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് രോഗങ്ങളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ തലവേദന അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും. തലവേദന കൂടെ. അപ്പോൾ ഞാനെന്ത് ചെയ്യും? മറ്റത് തലവേദന എന്നാൽ അവിടെ തളർന്നെത്തി കിടക്കും. കഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്പെടം ചെല്ലും. അത് തീർത്ത് പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരു 5-6 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതില്ല അവർക്ക്. അങ്ങനെ തലവേദന വല്ലപ്പോഴും ഒന്ന് വരും പോകുന്നതല്ലാണ്ട് മറ്റതങ്ങനെയല്ല ഇതാണ്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജിയായി, ന്യൂമോണിയായി. അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇത് 3ാമത്തെ നിയമമാണ് എൻ്റെ. അത് അഡ്മിറ്റായി ന്യൂമോണിയ മൂത്ത് കൊറോണ വാടിക്കൊണ്ട് തന്നെ എന്നെ കൊറോണ കിടത്തിയപ്പോൾ ഇവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അങ്ങേർക്ക് കൊറോണ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. KMC ആസ്പത്രിയിലാണ് മംഗലാപുരത്ത്. അങ്ങനെ കൊറോണ കിറ്റൊക്കെ ഇട്ട് ഇവളെയും മകനെയൊക്കെ കടത്തി ഒരു AC റൂമിൽ കടത്തി വിട്ടു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ രോഗീനെയും കൊണ്ട് വരുന്നതാണ് വീൽ ചെയറിൽ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഡോറിൻ്റെ വാതിക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് AC റൂം പറ്റിയല്ല എന്ന്.
അങ്ങനെ അതൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒത്തിരി ഒത്തിരി രോഗസംബന്ധമായ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറഞ്ഞറിഞ്ഞാൽ തീരാത്ത. ഇന്ന് വൈകുന്നേരം വരെ നിന്ന് തീർന്നാലും അനുഗ്രഹമില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മോനാണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു ജോലി, മറ്റതങ്ങനെയല്ല, ജോലിക്കാരെല്ലാം മദ്യപിച്ച്, ഇപ്പം എല്ലാത്തിൻ്റെയും തുടക്കം ഈ മദ്യപാനം തന്നെയാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള ഞാനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ തുടങ്ങും. വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവും, ജോലി സ്ഥലം പോകും, ജോലിക്കാരുണ്ടായില്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് നടക്കുന്നു. എൻ്റെ മോനാണെങ്കിലും സൈറ്റിൽ അവന് ഇഷ്ടമല്ല ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ ഞാനും വരുമ്പോൾ അവന് അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ സൈറ്റ് നോക്കുന്നത് അവനും സിവിൽ എഞ്ചിനീയറാണ്. അവനാണ് ഇപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന 100 അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തും. ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞെന്നാൽ അവിടെ ഒത്തിരി കാരുണ്യഭവനെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ഞാൻ പോയി സഹായിക്കും. രണ്ടാമത് വല്ല രോഗികൾ തളർന്നു കിടക്കുന്ന അവിടെ ഇവിടെ എല്ലാം ഉണ്ട്, അവർക്കും വേണ്ട പോലെ ചെയ്യും. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് തുച്ഛമായ കാശ് അവരുടെ ഉള്ളത് വാങ്ങിക്കൊണ്ട് ഞാനൊരു നല്ലൊരു ഭവനം പണിത് അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പാടുള്ള ഇപ്പോഴും ടി വിയിലൊക്കെ നമുക്ക് വരുമല്ലോ, ഓരോ രോഗികൾ തളർന്നു കിടക്കുന്നതൊക്കെ അറിയുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്. മറ്റതൊന്നും ഇല്ല. എൻ്റെ കാര്യം ചിന്താവാന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പേപ്പർ, ഞാനിവിടെ സാക്ഷ്യം പറയാൻ താമസിച്ചാലും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ വരുവാണെങ്കിൽ ഞാൻ വന്ന് പത്രം മേടിച്ച് നേർച്ച വസ്തുക്കൾ വാങ്ങിയിട്ട് പോകും. അത് പോയി അവിടെ പള്ളിയിൽ ഞാൻ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയേ കൊടുക്കുള്ളൂ, അവിടെ വെച്ചിട്ടൊന്നും പോരില്ല. അങ്ങനെ ചിലർ അവിടെ കൊണ്ട് വെഞ്ചലൊക്കെ വെച്ചിട്ട് പോരുന്നവരുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അതെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പാടുള്ള പോലെ ഞാൻ അവിടെ ഞങ്ങൾക്ക് 2-3 പള്ളിയുണ്ട്, കന്നഡ കുർബാന നടക്കുന്നതും കൊങ്ങണി, അവിടെ എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയെല്ലാം എന്നാൽ കഴിയുന്ന പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആരും കാണരുതും, അത്ര ഒരു ബലപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ളതാണ്. പലരും മൊബൈലിലൊക്കെ കുറ്റം പറയുന്നതൊക്കെ ഉണ്ട്. അവരൊക്കെ പറയാൻ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, വന്ന് നിങ്ങളിവിടെ ഒന്ന് കൂടും ഒരു ദിവസം, അത്ര മാത്രമേ പറയാനുള്ളൂ. ചിലർ പറയും ഇത് കാശുണ്ടാക്കാനുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മറ്റത് ഞാൻ മദ്യപിക്കുന്നത് അങ്ങനെയല്ല, ഒന്ന് നിർത്തും, പിറ്റേ ദിവസം തുടങ്ങും, അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പോകും. ഒരാഴ്ച ഏറ്റവും കൂടിയ. ഇന്ന് എനിക്ക് മദ്യം കാണുന്നതോ, ഇപ്പം ഞാൻ ഇതുകൂടാണ്ട് ഒരു ക്ലബ്ബിലുണ്ട് ഞാൻ, അവരപ്പുറത്തെ റൂമിൽ മദ്യപിച്ചുണ്ടാവും. മറ്റത് അങ്ങനെയല്ല, ഞാൻ ബാക്കിൽ കൂടി പോയി ആദ്യം അവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. ഇങ്ങേറ്റ രൂപക്കൂടിൻ്റെ പുറയിൽ വെച്ചിട്ട് കൂടി കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതെല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി, എനിക്കൊരു നാണക്കേടുമില്ല ഇത് പറയുന്നതിൽ. എൻ്റെ ഭാര്യ അത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ഈ കാര്യത്തിൽ. ഞാൻ നിർത്തുന്നു എൻ്റെ സാക്ഷി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവിന് സ്തുതി പാടുവീൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവീൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവീൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. CJ വർഗീസ് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വന്ന്, ഇത് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്നെ ദൈവം തൊട്ടതിൻ്റെയും ദൈവിക ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായതിൻ്റെയും ഫലം ഒന്ന് മാത്രമാണെന്ന് ഈ മകൻ നമ്മോടെല്ലാവരോടും കൂടി പ്രഘോഷിക്കുകയാണ്. ദൈവമഹത്വമാണ് ഈ മകൻ ഇവിടെ പ്രഘോഷിക്കുക. താൻ എങ്ങനെയായിരുന്നു, തൻ്റെ ജീവിതം എങ്ങനെ, എന്നാൽ ഇന്ന് താൻ എങ്ങനെയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. തിരുവചനം നമ്മോട് അരുളി ചെയ്യുമ്പോൾ ഇവിടെ അത് അന്വർത്ഥമാവുകയാണ് കൃപാസനത്തിൽ. ഇന്ന് ഈ മകൻ്റെ സാക്ഷ്യമാണെങ്കിൽ ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും ആ വ്യക്തികൾ തന്നെയാണ് ഇവിടെ വന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവയ്ക്കുക. ഇതൊരു മൂന്നാമത്തെ വ്യക്തി നമ്മോട് വന്ന് പറയുന്നതല്ല. ആ വ്യക്തികൾ തന്നെ അവരനുഭവിച്ച ദൈവിക കൃപ അവർക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ താൻ ഇന്ന് ട്രെയിനൊക്കെ ഏത് സമയത്താണെന്നൊക്കെ പറഞ്ഞു, എങ്കിലും സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. ആ ഒരു തീരുമാനത്തിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാറ്റിനും കാരണം തൻ്റെ മദ്യപാനമായിരുന്നു. കുടുംബ ഭദ്രത ഇല്ലാതായതും രോഗങ്ങളും എല്ലാറ്റിനും. എന്നാൽ ഇന്ന് താൻ മറ്റൊരു വ്യക്തിയാണ്. താൻ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് വീണ്ടും താൻ ഇത് തന്നെ, ഈ പാത തന്നെ പിന്തുടർന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഇനി അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൂവാസികളെ ആർത്തട്ടഹസിക്കുവനെന്ന് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയ കൃപകൾ, അതുപോലെ തൻ്റെ സ്ഥലം
വിൽക്കാതിരുന്നതും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിറ്റുപോകുന്നു. വീണ്ടും നല്ല ഒരു ഭവനം തങ്ങൾക്ക് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃപ ദൈവം നൽകി. ഇതൊക്കെ പൈസയുണ്ടായിട്ടും വർഷങ്ങളായിട്ടും തനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇന്ന് അതിനൊക്കെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടനടി പരിഹാരം എന്നുള്ളത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഇന്ന് തൻ്റെ കൂദാശ ജീവിതം ബലിഷ്ടമുള്ളതാണ്, ബലമേറിയതാണ്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ പ്രത്യേകമായിട്ട് സമയവും ആരോഗ്യവും പൈസയും ഒക്കെ താൻ മാറ്റിവെക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, അവർക്ക് തൻ്റെ ജീവിതത്തിലൂടെ നന്മകൾ ചെയ്യണം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇന്ന് ഉടമ്പടി എടുത്ത ഈ മകനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5 പറയുന്നുണ്ട്, ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. തൻ്റെ കഷ്ടതകളിലൂടെ, അതായത് താൻ തന്നെ ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ അത് തനിക്ക് ബോധ്യത്തോടെ മനസ്സിലാക്കുവാനും ഇന്ന് നല്ല ഒരു കുടുംബനാഥനായിട്ട് ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകാമെന്ന പ്രതീക്ഷയിലും മുമ്പോട്ട് പോകുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.